ഹലോ ഹായ്. രാത്രി 10 മണിയായപ്പോഴാണ് ഞാൻ കാര്യമായിട്ട് ഒരുങ്ങുന്നത്. വേറൊന്നുമല്ല, എൻ്റെ മോനെ എറണാകുളത്തൊന്ന് പോയിട്ട് വരുന്ന വഴിയാണ്. അപ്പോൾ അവനെ 10:30ക്കാണ് ട്രെയിന്, 10:45 ശാസ്താംകോട്ട ട്രെയിൻ വരാൻ. അപ്പോൾ നമ്മളവിടെ പോകാൻ വേണ്ടി ഒരുങ്ങിയാണ്. അപ്പോൾ ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചൊരു സാധനമാണ്. നമ്മുടെ ഭിത്തിയിൽ ഇങ്ങനെ ഭംഗിക്കായിട്ട് ഇട്ടേക്കുന്ന കുറച്ച് നാളായി. അപ്പോൾ എൻ്റെ മുടി കണ്ടോ, അന്ന് ചാച്ച മുടി വെട്ടിയതിന് ശേഷം ഇച്ചിരി പതുക്കെയാണ് കിളിച്ച് വരുന്നത്. പിന്നെ മുടിയൊക്കെ ചീവി ഞാൻ അവിടെ ചെരുപ്പൊക്കെ എടുത്തിട്ട്, അപ്പോൾ രാത്രിയിൽ നമ്മൾ അവിടെ ശാസ്താംകോട്ട റെയിൽവേ സ്റ്റേഷനിൽ ചെന്നു. അപ്പോൾ അവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ, അവിടെ നമ്മളിപ്പോൾ കുറേ പ്രാവശ്യം അവിടെ പോയി, അവിടെ നല്ലൊരു വെട്ടം ഫീൽ നമുക്ക് കിട്ടുന്നില്ല. വേറെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ നമ്മൾ പോകുമ്പോൾ എന്തോ നല്ല വെട്ടമല്ലേ, ഇവിടെ അങ്ങനെയൊന്നുമില്ല, ഒരു മങ്ങിയ വെട്ടമാണ്. അതുകൊണ്ട് നമുക്കൊരു വല്ലായ്മ തോന്നും. അങ്ങനെ മണിക്കുട്ടനെ കാത്തിങ്ങനെ നിൽക്കുകയാണ്. ട്രെയിനുകൾ അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു, ഭയങ്കര ഭംഗിയാട്ടോ, നല്ല രസം. ഇങ്ങനെ ട്രെയിൻ പോയി വരുന്നത് കണ്ടുകൊണ്ട് നിൽക്കുക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇതിപ്പോൾ ഈ ട്രെയിനകത്തല്ല മോൻ വരുന്നത്, അത് ഞാൻ വെറുതെ അവിടെ പോയി നോക്കി നിന്നതാണ്. അപ്പോൾ 10:45 ട്രെയിനാണ് മോൻ വരുന്നത്. അപ്പോൾ ഇപ്പോൾ അവനാണ്ട ഈ ട്രെയിനകത്ത് എൻ്റെ മണിക്കുട്ടൻ ഇപ്പോൾ വരും. അപ്പം ഞാനാണ്ടപ്പോൾ വളരെ സ്പീഡിന് ഹാപ്പി ആയിട്ട് അങ്ങോട്ട് പോവുകയാണ്. ഒരാഴ്ചയ്ക്ക് ശേഷമാണ് മണിക്കുട്ടനെ കണ്ടത്. അവനാണ്ട് ഒരു ബക്കറ്റും ഒക്കെ ആയിട്ടാണ് വന്നത്, അവനവിടെ ഉപയോഗിച്ചതാണ്. അതിനുശേഷം ഞങ്ങൾ രാത്രി ഫുഡ് കഴിക്കാനായിട്ട് ഒരു കടയിൽ പോയി അമ്മമാർക്ക് വേണ്ട ഫുഡൊക്കെ ഓർഡർ ചെയ്തു. ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.